ഇന്ന് ലോക്സഭയിൽ കണ്ടത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ തങ്ങളെ ഇനി മുമ്പത്തേതുപോലെ അട്ടിമറിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന ഓരോ പ്രതിപക്ഷ എംപിമാരുടെയും മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഇന്ന് സഭയിൽ ഉയർന്ന ഓരോ ശബ്ദവും. പ്രതിപക്ഷത്തിന്റെ നേതാവായി രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് എഴുന്നേറ്റ് നിന്നപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് മഹുവ മൊയ്ത്രയും പിന്നാലെ എഴുന്നേറ്റു. The last time I stood here, I was not allowed to speak. But the ruling party has paid a very heavy price for throttling the voice of one MP. ഇന്നത്തെ ദിവസം സഭയിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇവരെക്കാൾ യോഗ്യതയുള്ളവർ ആരാണ്? ഇരുവരും കഴിഞ്ഞ സഭയിൽ നിന്ന് അയോഗ്യത നേരിട്ട് പുറത്തു പോകേണ്ടി വന്നവർ, തിരഞ്ഞെടുപ്പിലൂടെ വലിയ ജനപിന്തുണ നേടി തിരിച്ചു വന്നവർ. രാഹുലിന്റെ തീപ്പൊരി പ്രസംഗം കഴിഞ്ഞതും അടുത്തതായി സംസാരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് സ്പീക്കർ ഓം ബിർള മഹുവ മൊയ്ത്രയുടെ പേര് വിളിച്ചു. മഹുവ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ തവണ അയോഗ്യത നേരിട്ട് സഭയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലുമുള്ള സാവകാശം കാണിച്ചില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആ പ്രസംഗം. ഒരു എംപിയുടെ ശബ്ദമില്ലാതാക്കാൻ ശ്രമിച്ചതിന് BJP ഇത്തവണ വലിയ വിലയാണ് നൽകേണ്ടി വന്നതെന്നും അവർ തന്റെ ലോക്സഭാംഗത്വം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ പറഞ്ഞു. മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ച് സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ വരൂ ഈ തെരുവിലെ രക്തം കാണൂ എന്ന പാബ്ലോ നെരൂദയുടെ വിഖ്യാത വരികളും മഹുവ പ്രസംഗത്തിൽ ഉദ്ധരിച്ചു. മഹുവ പ്രസംഗം തുടങ്ങിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ നിന്നും എഴുന്നേറ്റുപോയ നരേന്ദ്രമോദിയെ നോക്കി സർ എന്നെ കൂടി കേട്ടിട്ട് പോകൂ എന്ന് പരിഹാസത്തോടെ മഹുവ പറഞ്ഞു. മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് മുറുക്കിയെടുത്ത പ്രസംഗമായിരുന്നു മഹുവയുടേത്. Honorable Prime Minister, I would really request you, since you've been here for the better half of 1 hour, ये भी सुनते हुए जाइए सर, डरिए मत. കഴിഞ്ഞ BJP സർക്കാരിന്റെ ഓരോ പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് കാലത്തെ BJPയുടെയും നരേന്ദ്രമോദിയുടെയും പ്രചാരണ തന്ത്രങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു മഹുവയുടെ പ്രസംഗം. BJPക്ക് സഹിക്കാൻ കഴിയില്ല ഈ തിരിച്ചടി. രാഹുൽ ഇത്തവണ സഭയിൽ ഉണ്ടാകുമെന്ന കാര്യം BJP ഉൾപ്പെടെ എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമായിരുന്നു. എന്നാൽ മഹുവ മൊയ്ത്ര സഭയിൽ ഉണ്ടാകാതിരിക്കുക എന്നത് BJPക്ക് നിർബന്ധമുള്ള കാര്യവുമായിരുന്നു. അതിന് കഴിയാവുന്നതെല്ലാം അവർ ചെയ്തു. എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ CPMന്റെ സ്ഥാനാർത്ഥിയെയും BJPയുടെ സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തി പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നും മഹുവ പാർലമെന്റിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. ഇനി സഭ കൂടുന്ന ദിവസങ്ങൾ മുഴുവൻ BJP ഭയക്കണം. രാഹുലിനെ പോലെ, മഹുവയെ പോലെ, അഖിലേഷിനെ പോലെ വിരലിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും നേതാക്കളുണ്ട്. അവരുടെ നിലക്കാത്ത ശബ്ദവും. मुझे बैठाने का चक्कर में जनता ने आपके 63 सदस्यों 63 जन को परमानेंटली बैठा दिया. You have gone down from 303 to 240.